ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7ൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ഷൊർണൂർ സ്റ്റേഷനാണ്. ഷൊർണൂരിൽ നിന്നൊരു അടിപൊളി യാത്ര നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഷൊർണൂർ സ്റ്റേഷൻ. ഷൊർണൂർ സ്റ്റേഷനിൽ അമൃത് ഭാരത് വർക്കും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നൊരു അടിപൊളി യാത്ര തുടങ്ങാൻ പോവാണ്. ഈ അടിപൊളി യാത്ര എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യം മനസ്സിലുണ്ടാവും. നമ്മൾ ഇവിടുന്ന് അത് പിന്നെ പറയാം. നമ്മളിവിടുന്ന് കയറാൻ പോകുന്നത് 11098 എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ്സിനാണ്. എവിടം വരെ പോകുന്നുണ്ടെന്നുള്ളത് പിന്നെ പറയാം. നമുക്കത് നേരെ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. ഇപ്പോൾ സമയം 8:23, 9 മണിക്കാണ് പൂർണ്ണ എക്സ്പ്രസ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അത്താഴം കഴിച്ചിട്ടില്ല, അപ്പോൾ ഡിന്നർ കഴിക്കണം. സ്റ്റേഷനുള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. നമ്മുടെ വേണ്ടിയിട്ട് കോച്ച് പൊസിഷൻ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നു, പക്ഷെ ഒന്നും എഴുതിയിട്ടില്ല, കാലിയാണ്. ഇവിടെ എപ്പോഴും വന്ദേ ഭാരതിൻ്റെയും മറ്റൊക്കെ ഉള്ളൂ. ഞാനങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 2, 3 മുത്തുഭവനിലെത്തി. നമുക്ക് അരമണിക്കൂറും കൂടി ഉണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുള്ളതൊന്നും അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അത് മിക്കവാറും 5, 6 അല്ലെങ്കിൽ 7 അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് വന്നു. 6, 7 വന്നു. കാരണം 7ലാണ് സാധാരണഗതിയിൽ കൊങ്കൺ സൈഡിലുള്ള വണ്ടികൾ വരുന്നത്. ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യം കിട്ടിയ അറൈവൽ ഇതാണ്. 20632 ട്രിവാൻഡ്രം സെൻട്രൽ, മാംഗ്ലൂർ സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. വന്ദേ ഭാരത് ലേറ്റാണ്. നോൺ സ്റ്റോപ്പ് എന്നല്ല, ഇവിടെ നിർത്തും. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് കൊണ്ട് നിർത്താനുള്ള ഉദ്ദേശമുണ്ട്. നമ്മുടെ വണ്ടി 12 മിനിറ്റ് ലേറ്റാണ്. പ്ലാറ്റ്ഫോം നമ്പർ 7ൽ തന്നെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്നത് 16348 മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസ് ആണ്. ഒരു കാലത്ത് നമ്മൾ ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുവിധം ഏറെക്കുറെ സ്ഥിരമായിട്ട് നാട്ടോട് വന്നുകൊണ്ടിരുന്ന വണ്ടിയാണിത്. ട്രെയിൻ നമ്പർ 11098 എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ് from Ernakulam to Pune. The platform of this train has been changed today. Will arrive on platform number 6. പകരം 6 വരുന്നു. വൈകി ഇവിടുന്ന് പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് വയ പൻവേലാണ് കയറി വരുന്നത്. ഇത് വൈകുന്നേരം കണ്ട് ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. അതായത് ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറിനടുത്ത് ലേറ്റ് ആണെന്നാണ് അനൗൺസ്മെൻറ്റ് മനസ്സിലായത്. അപ്പോൾ എനിക്കൊരു 5 മണി 6 മണിക്കൊക്കെ പോകേണ്ട വണ്ടിയായിരുന്നു. അതൊക്കെ ജസ്റ്റ് കയറി വരുന്നുണ്ട്. ഈ വണ്ടി 2 ഡയറക്ഷനിലും സ്ഥിരമായിട്ട് വൈകി വിടുന്നൊരു സാധനമാണ് കേട്ടോ. അത് പൂനെയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഇവിടുന്ന് പൂനെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ അത്യാവശ്യം ടൈമിനോടും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ സ്ഥിരമായിട്ട് വൈകുന്നൊരു വണ്ടിയാണിത്. ഇതൊരു വാപ്പ് 7 ആണ്. കണ്ടിട്ട് അത്യാവശ്യം പുതിയൊരു വാപ്പ് 7 ആണെന്ന് തോന്നുന്നു. 39384 പൂനെ ഷെഡിൻ്റെ 39384 വാപ്പ് 7 ആണ് ഇന്നത്തെ ലിങ്ക്. ഇതേ റേക്കാണ് നമ്മുടെ വണ്ടിക്കും. ഇത് മൊത്തത്തിൽ ഒറ്റ റേക്ക് ലിങ്കിൽ ഓടുന്നതാണ്. അതിനകത്ത് പൂനെ എറണാകുളം 2 റൂട്ടും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ. സെയിം ലിങ്കിലാണ് നമ്മുടെ വണ്ടി ഓടുന്നത്. നമ്മുടെ കോച്ച് കുറച്ച് ഫ്രണ്ടിൽ വരും. അവിടെ ഇരുട്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാം. എന്തായാലും നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് നാളെ പകലെ ലോക്ക് കാണാമല്ലോ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ നമ്മുടെ ട്രെയിനിൽ കയറി വരുന്നുണ്ട്. അതൊരു EMD ആണ്, DP4D ആണെന്ന് തോന്നുന്നു. വലിയ വെളിച്ചമൊന്നുമില്ല. ഒരു WDP4D തന്നെയാണ്. പൂനെ ഷെഡിൻ്റെ 40507. അപ്പം നമ്മുടെ ട്രെയിൻ അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് B4ലാണ്. പൂനെ എറണാകുളം. പതിവ് പോലെ സ്ഥലം മാറി നിൽക്കുക എന്നുള്ളത് റെയിൽവേയുടെ ഒരു സ്ഥിരം സ്വഭാവമാണല്ലോ. അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കോച്ച് 151911
സീറ്റ് നമ്പർ 3 അപ്പർ പത്രം ഇത് വഴിയാണ്. RCF കപ്പുറത്ത് കമ്മിട്ടാണ്. ഡീറ്റെയിൽസ് ഒക്കെ നാളെ എടുക്കാം. നമ്മൾ ഷൊർണൂർ ഇതാ കാത്തു നിർത്തിയിട്ട് അപ്പുറത്തുനിന്ന് കണ്ണൂർ ജനശതാബ്ദി കയറി വരുന്നുണ്ട്. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി. ഇനിയിപ്പോൾ ജനശതാബ്ദി ആദ്യം കയറ്റിവിടാനുള്ള പ്ലാനാണോ, എന്താണോ ഉദ്ദേശം? നല്ലോണം ചെളിയിൽ മുങ്ങിയ ഒരു വാപ്പ് 7 നമ്പർ കാണുന്നില്ല. 30823 വഡോദരയുടെ. അങ്ങനെ കണ്ണൂർ ജനശതാബ്ദി കയറി വന്നു. ഇനിയിപ്പോൾ ഇതിനെ കയറ്റിവിടാനുള്ള ഉദ്ദേശമായിരിക്കും ചിലപ്പോൾ. ഇത് ഭയങ്കര സർപ്രൈസ് ആണല്ലോ. നമ്മളാണ് ആദ്യം പുറപ്പെട്ടത്. ജനശതാബ്ദി കയറി വന്നപ്പോൾ വെച്ചാൽ ജനശതാബ്ദി പുറപ്പെടുമായിരിക്കുന്നത്, പക്ഷെ നമ്മളാണ് ആദ്യം പെട്ടത്. അതെന്തായാലും നന്നായി. ഇപ്പോൾ സമയം 9:46, 21:46, 46 മിനിറ്റ് ലേറ്റാണ്. ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ രാത്രിയിൽ ഒരുപാട് കവറേജ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പ്ലാൻ നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഒരു 6-6:30 മണി മുതൽ നമ്മൾ എണീക്കുന്ന സമയം മുതൽ അങ്ങോട്ടുള്ള കവറേജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാര്യം ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ തിരൂരും കാസർഗോഡും കോഴിക്കോടും കണ്ണൂരൊന്നും ഞാൻ കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് അർത്ഥമില്ല. നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ട്രെയിനിൽ നിന്ന്. അന്ന് ഞാൻ ഈ സ്റ്റേഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി പതുക്കെ പോയി കിടന്നുറങ്ങാം. പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നേരം വെളുക്കുന്നത് എവിടെ മുതലാണോ അവിടെ മുതൽ നമുക്ക് കവർ ചെയ്യാം. പിന്നെ നമ്മുടെ വണ്ടി ജസ്റ്റ് ഷൊർണൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇത്രേ പറ്റുള്ളൂ. ഈ ജനശതാബ്ദി ഇനി മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഇവിടെ കടന്നേ പറ്റുള്ളൂ. ഇനി കാര്യം നമ്മൾ ഇറങ്ങി നമ്മൾ കാരക്കാട് പാസ് ചെയ്താലേ ഇനി ഇവിടുന്ന് സിഗ്നൽ കൊടുക്കാൻ പറ്റുള്ളൂ. ജനശതാബ്ദി പോലത്തെ ഒരു വണ്ടിക്ക് അതൊരു തേപ്പ് തന്നെയാണ് കേട്ടോ. കുഴപ്പമില്ല. ഞങ്ങളാണ് ആദ്യം എത്തിയത്, ഞങ്ങൾ ആദ്യം പോട്ടെ. ഈ ജനശതാബ്ദി നമ്മുടെ ട്രിപ്പ് പെൻഡിങ് ആണ്. അപ്പോൾ അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ നമ്മൾ പുറപ്പെട്ടു. ഇനി നമുക്ക് ബാക്കിയെല്ലാം നാളെ കാണാം. ഗുഡ് നൈറ്റ്. ബെഡ് റോഡ് വന്നിട്ടുണ്ട്. ബെഡ് റോഡ് ഒരു പേപ്പർ കവറിൽ പതിവ് പോലെ 2 വൃത്തിയുള്ള ബെഡ്ഷീറ്റ്, പിന്നെ ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്, ടവല് ചോദിക്കുന്നവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മളിപ്പോൾ ഏതൊരു സ്റ്റേഷനിൽ നിന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വന്ന് കയറുന്നപ്പോൾ ഇവിടെ നമ്മുടെ ലോക്മാന്യ തിലക് ടെർമിനസ് കൊച്ചുവേളി ഗരീബ് രഥ് അടുപ്പുണ്ടായിരുന്നു. അത് പുറത്തോട്ട് ഇറങ്ങി പോന്നു. നടുക്കലത്തെ ലൈനിലൊരു G9 ഹോൾഡ് അല്ലാസ്ട്രേ കണ്ടത്. ഏതാണ് സ്റ്റേഷൻ എന്നുള്ളത് ഒരു പിടിയില്ല. കണ്ടിട്ട് കുമട്ട പോലെ ഉണ്ട്. കുമട്ടയിലാണ് ഇങ്ങനെ ഒരു പോലെയുള്ള കുമട്ട തന്നെയാണ്. കുമട്ട നമുക്കൊരു ഷെഡ്യൂൾഡ് സ്റ്റോപ്പും കൂടിയായിരുന്നു. ഇതായിരുന്നു പ്ലാറ്റ്ഫോം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഷെഡ്യൂൾഡ് സ്റ്റോപ്പ് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ KR വഴിയുള്ള ഏക ഡീസൽ ട്രാക്ഷൻ ട്രെയിൻ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ വണ്ടിക്കൊന്നും ഇൻ്റർവ്യൂവിൽ ഡീസൽ ട്രാക്ഷൻ ഇല്ല. ഈ വണ്ടിക്ക് ഡീസൽ ട്രാക്ഷൻ വരാനുള്ള കാരണം ദൂദ്സാഗർ ഫോൾസിൻ്റെ അവിടെ, അതായത് നമ്മുടെ കുളയം കാസൽ റോക്ക് സെക്ഷൻ ഇതുവരെ ഇലക്ട്രിഫൈ ആയിട്ടില്ല. ഇവിടുത്തെ പച്ചപ്പ് ഉണ്ടാവും. നമ്മുടെ പഴയ വീഡിയോസിൽ കുമട്ടയിൽ തന്നെ ഇവിടുന്ന് തന്നെ പുറത്തിറങ്ങുമ്പോൾ ഈ സ്ഥലത്തിൻ്റെയൊക്കെ കാഴ്ചകളുണ്ടാവും. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഏതൊരു റാൻഡം സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഏത് സ്റ്റേഷൻ ഞാൻ നോക്കിയില്ല. ലെഫ്റ്റ് സൈഡിൽ ഡോർ നോക്കിയില്ല. ലെഫ്റ്റ് സൈഡിൽ പ്ലാറ്റ്ഫോം ഞാൻ നോക്കിയില്ലായിരുന്നു. അവിടെ ക്രോസിങ്ങിന്
സിഗ്നൽ കൊടുക്കാനുള്ള പോയിന്റ്സ്മെൻ വന്ന് നിൽക്കുന്നുണ്ട്. മാംഗ്ലൂർ മെമു ആയിരുന്നു. ഇത് മിർജാൻ എന്ന് പറഞ്ഞ സ്റ്റേഷനായിരുന്നു. നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. നമുക്കിനി ക്രോസിങ്സ് ഒന്നുമില്ല കേട്ടോ. ഇനി ഈ ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഗോകർണ റോഡ്, കാർവാർ, മഡ്ഗാവ് വരെ കൊങ്കൺ റെയിൽവേ സ്റ്റോപ്പുണ്ട്. പിന്നെ നമ്മളവിടുന്ന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. കോപ്പറിൻ്റെ റോഡിലേക്ക് എത്തി. ഇത്ര ആൾക്കാരോട് കയറാനോ? ഇതെന്താണ് ഈ വണ്ടിക്ക് ഇവിടെ ഇത്രയും തിരക്ക്? നല്ല തിരക്കുണ്ട്. കണ്ട്
മേ ബി ഇവിടുത്തെ ഈ അമ്പലത്തിലോട്ടല്ല, അതിന് ഗോകർണയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്, അങ്ങോട്ട് വന്നവരായിരിക്കണം. ഇപ്പോൾ അങ്ങനെ ഗോകർണ റോഡിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഈ വർഷം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്, അതിൻ്റെ എഫക്റ്റ് കാണാനും ഉണ്ട്. അവിടെയൊക്കെ മണ്ണിടിച്ചിൽ പോലെ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. അവരുടെ മണ്ണിടിച്ചിലുണ്ടായ പോലെ ഉണ്ട്. അവരൊക്കെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഏതോ ഒരു പുഴ കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വാർത്താ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്, ഗംഗാവലി പുഴ. അങ്ങനെ ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നമ്മൾ TV ചാനലുകളിൽ കൂടെ കണ്ട സ്ഥലങ്ങളായിരുന്നു അത്. റോഡാണ് ഈ കാണുന്നത്. ആ റോഡിലേക്ക് പല സ്ഥലത്തും മണ്ണിടിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ കാണാം നമുക്ക്. മഴക്കാലത്ത് ഈ സൈഡിലോട്ട് വരണമെന്ന് കുറച്ച് കാലമായിട്ടൊരു ആഗ്രഹമായിരുന്നു, അത് ഇന്നലെ നടന്നു. കാർവാർ ടണല്.
നമ്മളങ്ങനെ കാർവാർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കർണാടകയിലെ ലാസ്റ്റ് മേജർ ഹോൾട്ടാണ് കാർവാർ. സമയം ഇപ്പോൾ 7:50 ആണ് കാർവാർ സ്റ്റേഷൻ. നമ്മളങ്ങനെ കാർവാറിലെത്തി. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. നമ്മൾ യൂഷ്വലി കഴിഞ്ഞ കുറച്ച് യാത്രകളിലായിട്ട് കാർവാർ നമ്മൾ അറൈവ് ചെയ്യുന്നതൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. ഇത് കുറച്ച് കാലമായിട്ടാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ കോച്ച്. അവലോചിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. 151911. നമുക്ക് ലോക്കോ നമുക്ക് ഇവിടെ എത്തിയിട്ട് നമ്മുടെ മഡ്ഗാവ് എത്തിയിട്ട് നമുക്ക് ലോക്കോ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചേക്കാമെന്ന് വെച്ചു. പാൻട്രിക്കാരാണ് മേടിച്ചത്. ഉപ്പുമാവും കട്ട്ലറ്റുമാണ് ഞാൻ മേടിച്ചത്. ഇഡ്ഡലി ഇവിടെ കഴിക്കാൻ ഒരു മൂഡില്ലായിരുന്നു. ഇത് ഉപ്പുമാവ്, അതുള്ളത് കട്ട്ലറ്റും ബ്രെഡ് വയ്ക്കും. അതെ, കട്ട്ലറ്റും ബ്രെഡും. നമുക്കാണ് ആദ്യം ബ്രെഡ് കട്ട്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബ്രെഡും കട്ട്ലറ്റും. കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറപ്പെടുകയായിരിക്കും. കാളി നദിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ മറ്റേ സൈഡേയും കാണിച്ചായിരുന്നു പുഴയുടെ തന്നെ. ഇപ്രാവശ്യം ഈ സൈഡ് കണ്ടേക്കാം. നല്ല ക്ലൗഡിയാണ്. സൂര്യനും കൂടെ പുറത്തേക്ക് വരുന്നില്ല. ഇല്ലെങ്കിൽ ഇവിടെ വിഷ്വൽസ് നശിപ്പിക്കാൻ സൂര്യൻ എത്തിയേനെ. അസ്നോട്ടി സ്റ്റേഷനാണ്. അസ്നോട്ടി എന്ന് പറയുന്നത് കർണാടകയിലെ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഞാൻ ഈ സ്ട്രെച്ച്, ഈ ഒരു വിഷ്വൽസ് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഈ മഴക്കാലത്ത് വീണ്ടും വരാമെന്ന്. ആ പ്രോമിസ് ഇതോടുകൂടി നിറവേറ്റുകയാണ്. നല്ല മഴക്കാറുണ്ട്. അല്ല, ഞാനേ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ പോകുന്നത് കർണാടകയിലെ ബെൽഗാമിലേക്കാണ്. ബേസിക് ഉദ്ദേശം എന്ന് പറയുന്നത് ദൂദ്സാഗർ ഫോൾസ് കാണാനാണ്, വേറൊന്നുമല്ല.
ടണലായിരുന്നു ഒരു. നമ്മളിപ്പോൾ ഗോവ സംസ്ഥാനത്തിലാണ്. ഗോവ സംസ്ഥാനത്തെ നമ്മൾ അസ്നോട്ടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഗോവയിലേക്ക് കയറി. പിന്നെ നമ്മൾ കൺകോണ കഴിഞ്ഞു എന്ന് തോന്നുന്നു, നോട്ട് ഷുവർ. മഡ്ഗാവിന് തൊട്ട് മുമ്പത്തെ സ്റ്റേഷൻ ബാലി എത്തി. ബാലി നമ്മൾ കഴിഞ്ഞ 2-3 യാത്രകളിലായിട്ട് വണ്ടിയുടെ സ്ഥിരമായിട്ട് ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് ബാലിയിൽ. ഇന്ന് നമ്മളെങ്ങനെയോ കടന്നുപോയി. നമ്മളങ്ങനെ മഡ്ഗാവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ മഴക്കാലം തീരുന്ന വരുമ്പോൾ കൊങ്കൺ റെയിലിൽ ഫുൾ ലെങ്ത് യാത്ര അടിക്കണം. നല്ല രസമായിരിക്കും. ഈ കൊങ്കൺ ഭാഗത്തെ പച്ചപ്പും ഹരിതാപയും ഒരു പ്രത്യേക തരമാണ്. മേ ബി ഇവിടുത്തെ ചുവന്ന മണ്ണായതുകൊണ്ടായിരിക്കും ഇവിടെ പച്ചപ്പ് ശരിക്കും എടുത്ത് നിൽക്കും. ഇവിടെ കേരളത്തിൽ നമുക്ക് ഫുൾ ടൈം പച്ചപ്പാണല്ലോ. കേരളത്തിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഭൂമി കുറവും വീടുകൾ കൂടുതലുമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ലോണം കാലി ഭൂമികളുണ്ടാവും. ആ ഭൂമിയിലൊക്കെ നല്ല പച്ചപ്പും ഉണ്ടാവും. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഗോവ, മഹാരാഷ്ട്ര, ഇന്ത്യയിലും. സ്റ്റേഷൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്രോസിംഗ് സ്റ്റേഷനായിട്ട് പണി നിന്നുപോയി. ഇതാണ് കൊല്ലം വാസ്കോ ലൈൻ. കൊല്ലത്തിൽ നിന്ന് വന്നിട്ട് മഡ്ഗാവ് വഴി വാസ്കോയിലേക്ക് പോകുന്ന ലൈനാണ്. ഈ ലൈൻ വേണം ഈ ട്രെയിനിന് റിവേഴ്സിൽ കഴിഞ്ഞാൽ മഡ്ഗാവ് നമ്മൾ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്ത് ഈ ലൈൻ വേണം. വെൽക്കം ടു സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ബോർഡുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മഡ്ഗാവ് സ്റ്റേഷൻ കഴിയും മജോർദ എത്തുന്നവരെ KR കയറും. മജോർദയിൽ നിന്ന് ഇത് വീണ്ടും SWRലേക്ക് കയറും. ഇന്നത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നോക്കും. പ്ലാറ്റ്ഫോം 1 അല്ല നമ്മുടെ എന്തായാലും 2-ലോട്ടോ 3-ലോട്ടോ അങ്ങോട്ടാണ് ഒന്ന് പോകുന്നത്. അതുകൊണ്ട് ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് നിൽക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വെച്ച് ഈ ലോക്കോ റിവേഴ്സ് ചെയ്ത് മറ്റേ എൻ്റെ കൊണ്ട് കപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ SWR ലൈൻ വഴി നേരെ ടുവേർഡ്സ് കൊല്ലം പോകും.
റൈറ്റ് സൈഡിൽ ഏതോ ഒരു റേക്ക് കിടക്കുന്നുണ്ട്. ചണ്ഡീഗഡ് മഡ്ഗാവ് എറണാകുളം ഗോവ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് എന്ന റേക്കാണത്. സമയം ഇപ്പോൾ 8:46. നമ്മൾ നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. നമുക്ക് എന്തായാലും പോയി നമ്മുടെ ലോക്കോ നടക്കാം. സമ്പർക്ക് ക്രാന്തിയുടെ റേക്ക് അതിൻ്റെ ജനറേറ്റർ ഓണാണ്. നമ്മൾ ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മുടെ ലോക്കോ ജസ്റ്റ് ഡിസ്കണക്റ്റ് ആവുന്നു. ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്തിയിട്ട് അവിടെ ഫ്യൂവലിങ്ങിന് വേണ്ടി വീണ്ടും നിർത്തുന്നത്. 40507 WDP-4D പൂനെ ഷെഡിൻ്റെ അൺകപ്ലിംഗ് നടക്കുന്നേ ഉള്ളൂ. ഇത് നേരത്തെ പറഞ്ഞാൽ ലോക്കോന് ഫ്രണ്ടിലോട്ട് കയറ്റി അവിടെ റീഫില്ലിംഗ് പോയിൻ്റ് ഉണ്ട്. റീഫില്ലിംഗ് പോയിൻ്റ് അങ്ങോട്ട് നിർത്തിയിട്ട് അത് റീഫ്യൂൽ ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി SWRൻ്റെ കുറവാണ് ഈ ലോക്കോ എടുത്തുകൊണ്ട് പോകാം. സമയം ഇപ്പോൾ 8:57 ആയതേ ഉള്ളൂ. 9:55 നമ്മളിവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു. അത്രയും സമയം ഇനിയും ബാക്കിയുണ്ട്. 1 മണിക്കൂറിനടുത്ത് നമുക്ക് ഇനിയും ബാക്കിയുണ്ട്. റീഫ്യൂലിംഗ് ഇല്ലാന്ന് തോന്നുന്നത്. നേരെ എടുത്ത് പോയി. അപ്പോൾ റീഫ്യൂലിംഗ് ഇല്ല, നേരെ ഷണ്ടിങ് ആണ്. ഞാൻ അപ്പുറത്തെ സൈഡ് കൊണ്ട് റീഫിൽ ചെയ്യാനുള്ള ഉദ്ദേശമാണെന്ന് അറിയില്ല. ചണ്ഡീഗഡ് എക്സ്പ്രസ് ഇപ്പോൾ മഡ്ഗാവ് ചണ്ഡീഗഡ് ഗോവ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് 10 മണിക്ക് പുറപ്പെടും. ഇത് സെൻട്രൽ റെയിൽവേയുടെ ഒരു പ്രത്യേകതരം പരിപാടിയാണ്. ഇവന്മാർ ഈ ടോയ്ലറ്റിൻ്റെ വിൻഡോ ഗ്ലാസ് കളഞ്ഞിട്ട് പകരം ഇങ്ങനത്തെ ഒരു ഇത് ബേസിക്കലി ആംഗിൾസ് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് പുറത്തും ഉൾവശം കാണാണ്ടിരിക്കാൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ആ ഷീറ്റിനിടയ്ക്ക് ഗ്യാപ്പും ഉണ്ടാവും. അങ്ങനെ ഗ്യാപ്പുകളുണ്ടാവും. ഈ ഗ്യാപ്പിലൂടെ കാറ്റ് കയറും. എന്നാൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അകത്തോട്ട് കാണാൻ പറ്റില്ല. റോക്കറ്റ് വരുന്നേ റോക്കറ്റ് മുംബൈ CSMT മാംഗ്ലൂർ ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് അഥവാ റോക്കറ്റ് വരുന്നുണ്ട്. 12133 വണ്ടി ഇപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ലേറ്റാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ വണ്ടി ഏറെക്കുറെ സമയത്ത് തന്നെ ഓടുന്നത്. വലിയ ഡിലേസ് ഇല്ലാണ്ട് ഓടുന്നുണ്ട്. മാപ്പ് 4 ഭുസാവലിലാണ്. 22899 മംഗളൂരു എക്സ്പ്രസ്. ഇവിടെ സ്റ്റേബിളിംഗ് ലൈനിൽ ഒരു അടിപൊളി സാധനം നിൽക്കുന്നുണ്ട്. മഡ്ഗാവ് മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. ഇതിപ്പോൾ ആഴ്ച 3 ദിവസം ഓടുന്നുള്ളൂ. ഈ മൺസൂൺ ഷെഡ്യൂൾ കാരണം സെയിം ഡേ പോയി വരാൻ പറ്റുന്നില്ല ട്രെയിനിന്. അതുകൊണ്ട് ബോംബെയിൽ നിന്ന് ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഇവന് ഇവിടുന്ന് തിരിച്ച് ബോംബെക്ക് പോകും. ഇതിലിപ്പോൾ ആഴ്ച 3 ദിവസം മാത്രമേ വന്ദേ ഭാരത് ഓടുന്നുള്ളൂ നിലവിൽ. ഈ മൺസൂൺ സീസൺ തീരുന്നവരെ കൃത്യസമയം നമ്മൾ പുറപ്പെട്ടു. നമ്മൾ ജസ്റ്റ് മഡ്ഗാവ് സ്റ്റേഷനിൽ യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ കാർ കിടക്കുന്നുണ്ട് കൊങ്കൺ റെയിൽവേയുടെ. ഇപ്പോൾ ഉപയോഗിക്കാറില്ലെന്നു. കാരണം ഇപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ എല്ലാ LHB കോച്ചുകളാണ്. ഇത് പഴയ ICF ടൈപ്പും സ്ക്രൂ കപ്ലറുമാണ്. ഇത് നേരത്തെ കാണിച്ച് വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. വന്ദേ ഭാരതിന് സ്റ്റിക്കറിൻ്റെ തന്നെ കളർ മങ്ങിപ്പോയി. അത് സ്റ്റിക്കർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവിൽ നിന്ന് പുറത്തോട്ടിറങ്ങുക. മാംഗ്ലൂർ എക്സ്പ്രസ് ഇതുവരെ പുറപ്പെട്ട് പോയിട്ടില്ല. മാംഗ്ലൂർ എക്സ്പ്രസ്സിന് ഇതുവരെ സിഗ്നൽ ആയിട്ടില്ല. ഹൗറയുടെ ഒരു വാപ്പ് 7 37185. ഇവിടെ കൊങ്കൺ റെയിൽവേക്ക് സ്വന്തമായിട്ട് ലോക്കോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്ന ട്രെയിനുകളിൽ ലോക്കോസ് ഉപയോഗിച്ചാണ് ഇവർ ഷണ്ടിങ് ചെയ്യുന്നത്. കോച്ച് വർക്ക്ഷോപ്പാണ് അവരുടെ KRൻ്റെ കോച്ചിങ് വർക്ക്ഷോപ്പ്.
ഒരു ഓവറോളിംഗ് ഡിപ്പോ. ഇതാണ് കോച്ചിങ് ഡിപ്പോ. കോച്ച് കെയർ സെൻറ്റർ മടങ്ങാവും. പ്രസൻ്റ്ലി കെ ആറിൻ്റെ കയ്യിലുള്ള എല്ലാ റോളിംഗ് സ്റ്റോക്കും LHB ആണ്. പിന്നെ അല്ലാണ്ടുള്ളത് 3 മെമു മാത്രമാണ്. ബാക്കി എല്ലാം LHB റോളിംഗ് സ്റ്റോക്കാണ്. ഇവിടുത്തെ പിറ്റ് ലൈനുകളൊക്കെ ഇലക്ട്രിഫൈഡ് ആണ്. ഒരു പിറ്റ് ലൈൻ ഇലക്ട്രിഫൈഡ് ആണ്, ഒരെണ്ണം ഇലക്ട്രിഫൈഡ് അല്ല. നമ്മളങ്ങനെ SWRന് ഡബിൾ ലൈൻ ടെറിട്ടറിയിലോട്ട് കയറി. വലത്തോട്ട് പോകുന്നതാണ് കൊങ്കൺ റെയിൽവേ ട്രാക്ക്, മംഗലാപുരത്തേക്ക് പോകുന്നത്. നമ്മൾ ഇതുവഴിയായിരുന്നു വന്നത്. सन जूजे द अरेयाल. हॉल्ट स्टेशन ഒരു അൺനോൺ സ്റ്റേഷനിൽ ലൂപ്പ് ലൈൻ വഴി കടത്തിവിടാം. നമ്മൾ ഓപ്പോസിറ്റ് ലൈനിലൊരു ട്വിൻ DG4 ഹോൾഡ് ഫ്ലൈറ്റ് ഇറങ്ങി പോകുന്നുണ്ട്. One 2739 കാജിപ്പേട്ടിനാണ് ലീഡിലൊപ്പം. മൊത്തം ലോഡഡ് റേക്കാണ്. ട്വിൻ DG4 തന്നെ ഇതിന് പുള്ളിയുടെ 12399 12033. ചന്ദർ ഗോവ എന്ന് പറഞ്ഞ സ്റ്റേഷൻ.
റിവർ. ഈ റൂട്ടിലൊരു ഷെഡ്യൂൾഡ് സ്റ്റോപ്പായ സാൻവറുടെയും കച്ചാടെ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുക നമ്മളിപ്പോൾ. അപ്പുറത്തൊരു ഭാരത് ഗൗരവ് റേക്ക് കിടക്കുന്നുണ്ട്. നല്ല ഫുൾ ഡിസൈനേഴ്സ് പാറ്റേൺ ഒക്കെ ഉള്ളത്. ഏതാണെന്ന് അറിയില്ല. ഹോൾഡായിരുന്നു ഈ റേക്ക്. ഹുബ്ലിയുടെ ലോക്കോസാണ് 12094 12129. അകത്തൊരു വേറെ ഒരു ട്വിൻസ് കിടപ്പുണ്ടായിരുന്നു. ഈ റൂട്ട് എന്ന് പറയുന്നത് DG4-ൻ്റെ വിഹാര കേന്ദ്രമാണ്. റീസെൻ്റ്ലി ഡബ്ലിംഗ് കഴിഞ്ഞതാണ്. കുന്നിൻ്റെ പകുതി പോയി കഴിഞ്ഞു. നമ്മൾ കുലയം എത്താറായെന്ന് തോന്നുന്നു. സ്പീഡ് കുറച്ച് നല്ലോണം. കാലേ നദി. ഇപ്രാവശ്യം പൊതുവെ നദികളിലൊക്കെ നല്ല വെള്ളമുണ്ട്. അത്യാവശ്യം ഒഴുകുന്ന വെള്ളമാണ് അതിന്. ബോക്സ് എംറ്റീസാണ്. അപ്പോൾ ഫ്രൈഡർ കടന്നു വേണം നമ്മൾ നേരെ കുലയം സ്റ്റേഷനുള്ളിലേക്ക് കയറ്റാൻ പോകണം. ഈ റൈറ്റ് സൈഡിൽ നിന്ന് 61 എന്ന് പറയുന്ന ലോണ്ടയിലേക്കുള്ള ദൂരമാണ്. 61 കിലോമീറ്റേഴ്സ്.
സൈഡ് യാർഡിൽ 2 ഫ്രൈറ്റേഴ്സ് കിടപ്പുണ്ട്. രണ്ടിന് എല്ലി ബോർഡിങ് ഏറ്റതാണ്. അപ്പോൾ രണ്ടും ഘാട്ട് കയറാൻ കിടക്കുന്ന ട്രെയിനുകളാണ്. നമ്മൾ കയറി കഴിഞ്ഞാൽ അവരെയും കയറ്റും മിക്കവാറും. ഇത് കുലയമാണോ കലയമാണോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. ഇത് കുലയമല്ല, ഇത് കാലയം എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. കുലയം നെക്സ്റ്റാണ്. റേക്ക് ലോഡഡ് ആണ്. ഇത് കണ്ടിട്ട് ഇത് മോർമുഗാവ് പോർട്ടിൽ വന്ന് ഇറങ്ങുന്ന അയൺ ഓറാണ് തോന്നുന്നത്. മിക്കവാറും ഹോസ്പിറ്റലിലേക്കായിരിക്കും, ജിണ്ടാലിലേക്കോ അങ്ങനെ അവിടുത്തെ ഏതെങ്കിലും അയൺ ഓർ പ്രോസസ്സിങ് യൂണിറ്റിലേക്കായിരിക്കും പോകുന്നത്. കണ്ടിട്ട് അയൺ ഓർ പോലെ ഉണ്ട്. പവേർഡാണ്. WDG 4D7030 ഗോൾഡൻ റോക്കിൻ്റെ ലോക്കോ 70590 ഗോൾഡൻ റോക്കിന് തന്നെ. ഇതും പവേർഡാണ്. ഇപ്പോൾ ഇവിടുത്തെ പക്ഷേ ഒരു യമണ്ടൻ സർപ്രൈസ് ഉണ്ട്. ഈ ആദ്യം കിടക്കുന്ന 1211 ഗോൾഡ് ഹുബ്ലിയുടെ WDG 4. അപ്പുറത്ത് കിടക്കുന്നത് ഗ്രാൻഡ് ഫാദർ 12001 ഒറിജിനൽ GM ബിൽഡർ. അടിപൊളി. ഇതാണ് കാലേ സ്റ്റേഷൻ. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് മെയിൻ ലൈൻ വഴി വന്ന് ഈ 2 ഫ്ലൈറ്റിനെ ഓവർടേക്ക് ചെയ്യായിരുന്നു. അങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറി. ഇവിടെ ഒരു HCPV റേക്ക് കിടക്കുന്നുണ്ടല്ലോ. HCPV റേക്ക് അല്ലത്, വാസ്കോഡഗാമ പട്ന എക്സ്പ്രസിൻ്റെ റേക്കാണ്. വാസ്കോഡഗാമയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും ഇത്രയും ദൂരം തുറന്നിട്ടിരിക്കുന്നത്. ടോയ്ലറ്റിനൊക്കെ അവസ്ഥയാണ്. ടോയ്ലറ്റിന് ഗ്ലാസ്സൊക്കെ അവന്മാർ പൊട്ടിച്ചളഞ്ഞിട്ട് അവന്മാർ ഷീറ്റ് വെച്ച് കെട്ടി അടച്ചു. ഇത് ഇനിയും പൊട്ടിച്ചളയും അവർ. ഇതിന് പുറകിൽ വേറെയും കുറച്ച് കോച്ചുകളുണ്ട്. അതിന് ബോർഡൊന്നുമില്ല. AC എക്കണോമി കോച്ചും AC 3 ടയർ മിക്സ്ഡ് ആണ്. SWൻ്റെ WRൻ്റെ NRൻ്റെ ഒക്കെ ഉണ്ട്. ഡെഡിക്കേറ്റഡ് സ്റ്റേബിളിംഗ് ലൈൻ ഇത്രയും ദൂരത്ത്. നമ്മളൊരു ഫോറസ്റ്റ് റൂട്ട് വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും ഒരു ഫോറസ്റ്റ് ഉണ്ട്, റിസർവ് ഫോറസ്റ്റ് ആണ്. ഈ ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഡബ്ലിംഗ് വർക്ക് നിന്ന് കിടക്കുന്നത്. ജസ്റ്റ് കുലയം സ്റ്റേഷനോട് എത്താറായി തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ കുറച്ച് ഡബ്ലിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. ജസ്റ്റ് ലൂപ്പിൽ കയറുന്നു.
നമ്മളങ്ങനെ കുലയം സ്റ്റേഷനിലേക്ക് എത്തി. WDG4D പൂനെയുടെ അവിടെ നിൽക്കുന്നുണ്ട്. അത് കുലയം വാസ്കോ പാസഞ്ചർ ആയിരിക്കണം. ഇതൊക്കെ പുതിയ പ്ലാറ്റ്ഫോം വന്നു. ഇവിടെ പണ്ടൊരു വലിയ മരവുമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇവിടെ പ്ലാറ്റ്ഫോം ഷെൽട്ടർ വന്നു. നമുക്കുള്ള ബാങ്കർ ലോക്കോസ് ഇപ്പോൾ വരും. ബാങ്കർ ലോക്കോസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പോകും. കപ്ലിംഗ് വരെ നിൽക്കില്ല, അവർ വന്ന ഉടനെ പോകും. നമ്മുടെ ബാങ്കർ ലോക്കോസ് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് ഓൾറെഡി. ഷണ്ട് സിഗ്നൽ ആയിക്കഴിഞ്ഞാൽ അവർ അകത്തോട്ട് കയറി വരും. ആ കിടക്കുന്നതാണ് നമുക്കുള്ള ബാങ്കർ ലോക്കോ. അവരിപ്പം ഇങ്ങോട്ട് വരുന്നു തോന്നുന്നു. ഒരു ഹോണടി കേട്ടായിരുന്നു. ബാങ്കർ ലോക്കോസ് കയറി വരുന്നുണ്ട്. ബാങ്കർ ലോക്കോസ് വന്നു, അവിടെ കപ്ലിംഗ് തുടങ്ങി. ഞാൻ തിരിച്ച് നടക്കുകയാണ്, കാര്യം നമുക്ക് 7 കോച്ചിന് ദൂരം പോകാനുണ്ട്. പിന്നെ ഗാർഡിന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല എന്ന് ഗാർഡ് പറഞ്ഞു. ഫൈൻ, ദെയർ ഡിസിഷൻ ഇസ് ഓൾവേസ് റെസ്പെക്റ്റഡ്. നമുക്കെന്നാൽ പെട്ടെന്ന് നമ്മുടെ കോച്ചിലേക്ക് പോകും. അപ്പോൾ നമ്മളങ്ങനെ കുലയം നിന്ന് പുറപ്പെടുന്നതിന് ഞാൻ എടുത്തില്ലായിരുന്നു, ജസ്റ്റ് അനങ്ങി തുടങ്ങി. വളരെ പെട്ടെന്നാണ്. ബാങ്കർ അറ്റാച്ച്മെൻറ്റ് നടത്തി, ഒന്ന് ടക്ക് ടെസ്റ്റ് ചെയ്തു, ഒരു ബ്രേക്ക് പ്രഷർ ചെക്ക് ചെയ്തു, പുറപ്പെട്ടു. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. വളരെ എഫിഷ്യൻ്റ്ലിയാണ് ഒരു ബാങ്കർ അറ്റാച്ച്മെൻറ്റ് ചെയ്തത്. ഒരു വലിയ കവേർഡ് പ്ലാറ്റ്ഫോം ഷെൽട്ടർ ഉണ്ട്. വലുതാക്കിയതാണ് തോന്നുന്നത്. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല ഇതിന്. ഇത് ഒരു ട്രാക്ക് മാത്രമേ കവർ ചെയ്യും. 2 ട്രാക്ക് കവർ ചെയ്യുന്ന സൈസ് ആക്കിയത് എന്തായാലും നന്നായി, അടിപൊളി, നല്ല കാര്യം. ഇതായിരുന്നു പ്ലാറ്റ്ഫോം ഷെൽട്ടർ. ഇപ്പോഴത്തെ അതുപോലെ ഇൻഡിവിജ്വൽ ഷെഡുകളുണ്ട് ലോക്കോസിന്. എനിക്ക് തോന്നുന്നു ലോക്കോ ക്രൂവിന് മഴക്കാലത്തും കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ ഷെഡ് കൊണ്ട് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ കുലയം സ്റ്റേഷന് പുറത്തിറങ്ങുന്നു. ഇവിടെ ഗോൾഡൻ ഡ്രോപ്പിൻ്റെ 12830 ഇപ്പോഴത്തെ ഹുബ്ലിയുടെ 12078 ഉണ്ടായിരുന്നു. ഗോൾഡൻ ഡ്രോക്കിൻ്റെ ലോക്കോസൊക്കെ ഗാർഡ് സെക്ഷനിൽ കാണുന്നത് വളരെ സർപ്രൈസിങ് ആണ്. പിന്നെ ട്രെയിനിങ്ങിൽ പോയിട്ട് കുഴപ്പമില്ല. ഗാർഡ് സെക്ഷൻ വഴി ട്രക്ക് ചെയ്ത് വരുന്നതാണ്. ട്രക്കിംഗ് ഇല്ലീഗലാണ്. പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർ പിന്നെയും ചെയ്യുന്നത്. കുറേ കാണുന്ന ദൂദ്സാഗറിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ ഇവിടെ കുലയമെന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ കാസൽ റോക്ക് എത്തുന്നതിലേക്ക് 3 സ്റ്റേഷൻസ് ഉണ്ട്. സോണോലിം, ദൂദ്സാഗർ, കാരൻസോൾ. 3 സ്റ്റേഷനുകളിലും ട്രെയിനുകൾക്ക് ടെക്നിക്കൽ ഹോൾട്ട് ഉണ്ട്. യാത്രക്കാർക്ക് ഇറങ്ങാനോ കയറാനോ അവിടെ അനുവാദമില്ല. സാധാരണ ഇതിൽ സ്റ്റേഷനിലൊക്കെ പോലീസുകാർ നിൽക്കാറുമുണ്ട് ആൾക്കാരെ ഇറങ്ങുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ. ഇറങ്ങുന്നത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനും ഉണ്ട്. കാര്യം സ്റ്റേഷനിൽ ഇറങ്ങാൻ പാടില്ല, ടെക്നിക്കൽ ഹോൾട്ട് മാത്രമാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഘാട്ട് കയറി തുടങ്ങി. ഇനി അടുത്ത കുറച്ച് നേരത്തേക്ക് എനിക്ക് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത കുറച്ച് നേരത്തേക്ക് നമ്മൾ ഏകദേശം 30 km/h സ്പീഡിലാണ് ഓടാൻ പോകുന്നത്.
സിഗ്നൽ പോസ്റ്റ് ഈ ഗാർഡ് സെക്ഷനിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം സിഗ്നലിംഗ് ആണിത്. 2 സിംഗിൾ ലൈറ്റ്സ് ആണിത്. സിംഗിൾ ലൈറ്റ്സ് ആണ്. ഒരു റെഡ് ലൈറ്റും ഒരു ഗ്രീൻ ലൈറ്റും. രണ്ടും റെഡ് ആണെങ്കിൽ അതിനകത്ത് വണ്ടി നിർത്തണം എന്നാണ്. ഒരു റെഡും ഒരു ഗ്രീനും ആണെങ്കിൽ അതിനകത്തും കോഷൻ ഓർഡറാണ്, അപ്പോൾ അതൊക്കെ പോകണമെന്നാണ്. അതിൽ 2 ഗ്രീൻ ആസ്പെക്റ്റ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ടണൽ നമ്പർ 16 ആണ്. 1904 പറഞ്ഞ ടണലാണ്. സാധാരണ ഇതിനകത്തൊക്കെ കയറുമ്പോൾ മനുഷ്യർ കൂവുന്നതാണ്. എന്താണ് കൂവാത്തത്? നമ്മൾ സൊണാലിയം സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഈ ഘാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ട്രെയിനുകളും അതായത് നമ്മൾ കയറി വരുന്ന ലൈൻ ആ സ്റ്റേഷനിൽ തമ്മിൽ ലൂപ്പ് ലൈനായി മാറും. ഒരു മെയിൻ ലൈൻ എന്ന് പറയുന്നത് ത്രൂ ലൈൻ ഇല്ല. എല്ലാ വണ്ടികളും ലൂപ്പ് കടന്നേ പറ്റുള്ളൂ. ദൂരെ ദൂദ്സാഗർ സ്റ്റേഷൻ കാണാൻ പറ്റും. അവിടെ ആ കാണുന്നതാണ് ദൂദ്സാഗർ സ്റ്റേഷൻ. നമ്മളിനിപ്പോൾ ഈ കയറ്റം മുഴുവൻ കയറി ആ സ്റ്റേഷനിൽ അവിടെ പോയി കയറണം. അവിടെ പോയി എത്തും നമ്മൾ. അവിടെ ഒരു DG4 ഹോൾഡ് ട്രെയിൻ നിൽക്കുന്നത് കാണാം. ഫ്രൈറ്റർ ഉണ്ട് അവിടെ. ഇപ്പം നിർത്തുന്ന പരിപാടി നിർത്തിയുന്നുണ്ട്. സ്പീഡ് പിടിച്ചു. ആണ് സൊണാലിയം സ്റ്റേഷൻ. ഇതൊരു സ്ലിപ്പ് സ്ലൈഡിംഗ് ആണ്. ടണൽ നമ്പർ 15 1904 പണിത ടണലാണ്. 51 മീറ്റർ ഉള്ള നീളം. ഓഷ്യൻ ഓഫ് മിൽക്ക് അഥവാ ദൂദ്സാഗറിനെ ഇപ്പോൾ കാണാൻ പറ്റണം എവിടെന്നെങ്കിലും. ഷുഡ് ബി വിസിബിൾ ഫ്രം ഹിയർ. അതാ കാണുന്നു. പ്രതീക്ഷിച്ചത്ര വെള്ളമൊന്നുമില്ല. ഒരു വാഗൺ ഡീറാണ് അതിൻ്റെ ബാക്കി. ടണൽ നമ്പർ 14 126 meters long. അതാണ് ദൂദ്സാഗർ.
അപ്പോൾ അതായിരുന്നു ദൂദ്സാഗർ. हे और रहेगा. ഇതാണ് നമ്മൾ കാണാൻ വന്ന സാധനം. ഇപ്രാവശ്യം വെള്ളം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വലുതായിട്ട് വെള്ളമില്ല. വെള്ളം കുറവ് തന്നെയാണ് ഇപ്രാവശ്യം. ബ്യൂട്ടിഫുൾ. അതായിരുന്നു ദൂദ്സാഗർ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കാത്തു നിന്ന സാധനം കഴിഞ്ഞു. ദൂദ്സാഗർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആണ് ദൂദ്സാഗർ സ്റ്റേഷനിൽ നമ്മൾ താഴേന്ന് കണ്ട DG4. നമ്മൾ സോണോലയിൽ മറ്റേ ഒരു DG4 ഹോളിൽ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതാണിത്. അഞ്ച് ലോക്കോസാണ്. അതായത് ഏകദേശം 2250 അല്ലെങ്കിൽ 22,500 HP. 22,500 HP പവറാണ് ആ കാണുന്നത്. നമ്മളങ്ങനെ ദൂദ്സാഗർ സ്റ്റേഷൻ വഴി കിടക്കുകയാണ്. ഇനി കാരൻസോൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാസൽ റോക്കിലേക്ക് കയറും. ഇതാ നമ്മൾ ദൂദ്സാഗറിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വരുന്നു. എക്സ്റ്റൻഷൻ റോഡ് മാറ്റാനുള്ള സമയമാണ്. ഈ അടുത്ത ടണലെത്തി. താഴെ
ഇതുപോലെ ഏതൊരു ടണലിനുള്ളിൽ വെച്ചാണ് ഗോവ കർണാടക ബോർഡർ. അടുത്ത സ്റ്റേഷൻ കരഞ്ചോൾ എത്താറ്. കരഞ്ചോളാണ് ഇതിലത്തെ ലാസ്റ്റ് ഘാട്ട് സ്റ്റേഷൻ. അങ്ങനെ കാരൻസോൾ സ്റ്റേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ ഉള്ളു ഘാട്ട്. നമ്മൾ ജസ്റ്റ് കയറ്റം കയറി നമ്മൾ കാസൽ റോക്കിലേക്ക് എത്തും. വെൽക്കം ടു കർണാടക ഗോവ ബൗണ്ടറി. അപ്പോൾ ടണൽ നമ്പർ 4 കഴിഞ്ഞ ഉടനെയായിരുന്നു സ്റ്റേറ്റ് ബോർഡർ. നമ്മളിപ്പോൾ കർണാടകയിലേക്ക് കയറി. ഇവിടെയാണ് തോന്നുന്നു റീസെൻ്റ്ലി ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. ഈ ട്രാക്ക് ഇടയ്ക്ക് കുറച്ച് തടഞ്ഞ് നടന്നായിരുന്നു. ആ സ്ട്രെച്ചായിരുന്നു തോന്നുന്നു. ടണൽ നമ്പർ 2 എത്തി. ലാസ്റ്റ് ടണൽ നമ്പർ 1. നമ്മളങ്ങനെ ജസ്റ്റ് കാസൽ റോക്ക് ഹോം സിഗ്നൽ കടന്നു. ഇപ്പോൾ കയറി ചെല്ലുന്നതാണ് കാസൽ റോക്ക് സ്റ്റേഷൻ. കാസൽ റോക്കിലെ ഏത് പ്ലാറ്റ്ഫോമിലൂടെ കയറുന്നത് പിടികിട്ടുന്നില്ല.
ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിനിൻ്റെ ഇതൊക്കെ കിടപ്പുണ്ട്, കോച്ചസ് കിടപ്പുണ്ട്. ഇവിടെ ഒരു ART ഉണ്ട്. ഇത് കണ്ടിട്ട് താനങ്ങിയിട്ട് കാലങ്ങളായി മട്ടുണ്ട്. ഉപേക്ഷിച്ചാണോ എന്നറിയില്ല, കാരണം ഫുള്ള് പായൽ പിടിച്ചിട്ടുണ്ട്. ഒരു ട്വിൻ DG4 അവർ ഷണ്ട് ചെയ്യുന്നുണ്ട്. ഹുബ്ലി ഷെഡിൻ്റെ 12044 12447. അപ്പോൾ അതുകൊണ്ടൊക്കെ ചാറവറ ലോക്കോസാണ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 പോകുന്നത്. ഘാട്ടിറങ്ങാൻ റെഡിയാവുന്ന ട്രെയിനാണത്, ആ കാണുന്നത്. അപ്പുറത്തോട്ടൊക്കെ തന്നെ ഒരുപാട് ലോക്കോസ് ഉണ്ട്. ഇതാണ് കാസൽ റോക്ക് സ്റ്റേഷൻ. നമ്മളങ്ങനെ കാസൽ റോക്കിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ബോർഡുണ്ട്, കാസൽ റോക്ക് സ്റ്റേഷൻ. ഇവിടെ നല്ലൊരു കവേർഡ് ഷെൽട്ടർ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു കളഞ്ഞു. അവർ നല്ല അടിപൊളിയായിട്ടൊരു കവേർഡ് ഷെൽട്ടർ ബിൽഡിംഗ് ആയിരുന്നു. അത് പൊളിച്ചു കളഞ്ഞിട്ട് അവന്മാർ ഒരു കുഞ്ഞ് ഇതാക്കിയിരിക്കുകയാണ്. ഈ കാണുന്നത് ബഫേഴ്സാണ്. ഏതോ വാഗൻ്റെ ആയിരുന്നു തോന്നുന്നു, കാരണം ഇത് വളഞ്ഞും പൊളിഞ്ഞും ഇരിപ്പുണ്ട്. നമ്മുടെ ഡിപ്പാർച്ചറായെന്ന് തോന്നുന്നു. വിസിലടി കേട്ടു. സമയം 12:15, 12:16 12:15 പോകും ചോറും. ഇവിടെ പൊതുവെ ഇങ്ങനത്തെ ഷെഡുകളുണ്ടാവും. ലോക്കോ യൂഷ്വലി ഷെഡിനകത്താണ് വരിക, കാരണം അവർക്ക് മറ്റേ സാൻഡ് ഫില്ലിങ്ങും പിന്നെ ക്രൂ ചേഞ്ച് സമയത്തൊക്കെ ഡ്യൂട്ടി എടുക്കാനും മീൻസ് ലോക്കോ ഇൻസ്പെക്ഷൻ നടത്താനൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് സാൻഡ് ബാഗുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. കാര്യം ഘാട്ട് സെക്ഷൻ ആയതുകൊണ്ട് ലോക്കോസിന് സാൻഡിങ് ആവശ്യമാണ്. അതായത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി മണൽ സ്പ്രേ ചെയ്ത്, അതിന് സാൻഡിങ് എന്നാണ് പറയുക. മണൽ സ്പ്രേ ചെയ്താണ് ഗ്രിപ്പ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ സാൻഡ് ഇട്ടിട്ടുണ്ട്. ഹുബ്ലിയുടെ 7055, ഹുബ്ലിയുടെ 12119 സിംഗിൾ ലോക്കോ ഉണ്ട്. നട്രാജ് എന്ന് പേര് എഴുതിയിട്ടുണ്ട് അതിന്. സാധാരണ ഇതിൽ ഗാർഡ് സെക്ഷനിൽ ഇവർ കബൂസ് റിമൂവ് ചെയ്യും, കാരണം കബൂസ് ഡീറെയിലാവാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. നമ്മളിപ്പോഴും കാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ലോണ്ട എത്തുന്നവരൊക്കെ തന്നെ നമ്മൾ ഫോറസ്റ്റിനകത്ത് തന്നെ ആയിരിക്കും തോന്നുന്നു. ലോണ്ട എത്തുമ്പോൾ നമുക്കൊരു റിവേഴ്സലുണ്ട്. ലോണ്ട വെച്ച് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടാണ് ടുവേർഡ്സ് പൂനെ ട്രെയിൻ കണ്ടിന്യൂ ചെയ്യുക. ഞാനിന്നൊരു യാത്ര ബെൽഗാം വരെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2:30 ബെൽഗാം എത്തും. ബെൽഗാം എത്തുന്നവരെയാണ് നമ്മുടെ യാത്ര. ഇതൊരു ക്രോസിംഗ് സ്റ്റേഷൻ ആക്കാനുള്ളതാണോ എന്നൊരു സംശയം. നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ബേസ് കിച്ചണിൽ ലോഡ് ചെയ്യാൻ തോന്നുന്നു. അതിനകത്ത് റൈസ്, ദാൽ, ഒരു പനീർ കറി, ചപ്പാത്തി.
കിലോമീറ്റർ കൂടെ ഉണ്ട് ലോണ്ട സ്റ്റേഷനിലോട്ട്. 1 കിലോമീറ്റർ 100 മീറ്ററും. നമ്മൾ ജസ്റ്റ് ലോണ്ടിലോട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനാണ് ബെൽഗാമിൽ നിന്ന് വരുന്നത്. ഈ ട്രെയിനിന് റിവേഴ്സിൽ കഴിഞ്ഞിട്ട് ഇതുവഴിയാണ് നമ്മൾ പോവുക. ഈ ലൈൻ വഴി നമ്മൾ നേരെ ടുവേർഡ്സ് ബെൽഗാം പോകും. ലൈൻ കുറച്ച് പൊക്കത്തിലാണ്, നമ്മൾ കുറച്ച് താഴ്ചയിലും. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ട് കയറ്റാൻ പോകുന്നു. അതെ, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയാണ് കയറ്റുന്നത്. ഇനി അടുത്തത് ലോക്കോ റിവേഴ്സിലാണ്. അവിടെ കൊണ്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ലോക്കോ റിവേഴ്സ് ചെയ്തിട്ടാണ് ബെൽഗാമിലേക്ക് യാത്ര ചെയ്യുന്നത്. ട്വിൻ DG4 ഹോൾഡ് കണ്ടെയ്നറിലേക്ക് പോയി ടുവേർഡ്സ് തിനായിഘാട്ട്. നമ്മൾ ജസ്റ്റ് ലോണ്ട ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് വരുന്നു, പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക്. ഇവിടെ വടപ്പാവ് കച്ചവടക്കാർ കയറും. പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്, കണ്ടോ? പ്ലാറ്റ്ഫോമിൻ്റെ സ്ട്രക്ചർ കണ്ടോ? വടപ്പാവ് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഒരു പ്ലേറ്റ് വടപ്പാവ് മേടിച്ചു എന്തായാലും. അപ്പോൾ നേരെ പോയി നമ്മുടെ ലോക്കോ ചേഞ്ച് കണ്ടേക്കാം. ഹുബ്ലി മീരജ് പാസഞ്ചർ എക്സ്പ്രസ് ആണിത്. WDP 4D 40543. ഇത് ലേറ്റ് ആണോ എന്നറിയില്ല, എന്തായാലും നമുക്ക് മുന്നേ പോകും. മര്യാദയ്ക്കൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഹുബ്ലി മീരജ് ലോണ്ട മീരജ് കാസൽ റോക്ക്. ഈ വണ്ടി ഇവിടുന്ന് 1:25 പോകുള്ളൂ. നമ്മൾ പോയിക്കേണ്ടി വന്ന് പോകുള്ളൂ. ബിഫോർ ടൈം എത്തി വന്ന് കിടക്കുകയാണ്. നമുക്കത് അപ്പുറത്ത് നമ്മുടെ ലോക്കോ ചേഞ്ച് ഒന്ന് കണ്ടേക്കാം. നമ്മുടെ ലോക്കോ ജസ്റ്റ് ഷണ്ട് ചെയ്ത് പുറത്തോട്ട് പോകുന്നു. പിന്നെ പുറത്ത് പോയി റിവേഴ്സ് ചെയ്ത് തിരിച്ചു വരണം. ഇതാ നമ്മുടെ ലോക്കോ ജസ്റ്റ് ഷണ്ട് ചെയ്ത് തിരിച്ചു വരുന്നു. ഇവിടുന്ന് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പുറപ്പെടുന്ന വയ്ക്കും. നമ്മുടെ ഡിപ്പാർച്ചർ ടൈമൊക്കെ കഴിഞ്ഞു. ലോക്കോ ജസ്റ്റ് തിരിച്ചു വരും. 40507 WDP 4D പൂനെ ഷെഡിൻ്റെയാണ് നമ്മുടെ ലോക്കോ. കപ്പിൾ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തിരിച്ച് കോച്ചിലോട്ട് പോകും. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, കാരണം കുറച്ചധികം നേരം നമ്മൾ ഡോർ പ്ലേറ്റിംഗ് ചെയ്യുന്നു. കുറച്ച് നേരം കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം. നമ്മൾ ബെൽഗാം ഇറങ്ങുകയും ചെയ്യും. കപ്പിൾ ഷണ്ടിങ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലോക്കോ. നമുക്കൊന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാം. ലോണ്ടേന്ന് പുറപ്പെട്ടു.
തോന്നുന്നു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടോ എന്നൊരു സംശയം. അതായിരുന്നു ലോണ്ട സ്റ്റേഷൻ. അതിൽ ഒരു ഫ്രൈറ്ററും കൂടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 ഫ്രൈറ്റേഴ്സ് നിൽക്കുന്നുണ്ട്, പിന്നെ മീരാജ് എക്സ്പ്രസ് നിൽക്കുന്നുണ്ട്. നമ്മളിത് ബെൽഗാം ലൈനിലോട്ട് കയറി. ലെഫ്റ്റിലോട്ടുള്ള ലൈനുകളാണ് നമ്മൾ വന്ന ലൈനുകൾ. കാസൽ റോക്കിൽ നിന്ന് വന്ന ലൈനാണ്. ആ കാണുന്നതാണ് നമ്മൾ വന്ന ലൈന്. കാസൽ റോക്ക് കുലയം വഴി ഗോവയിലേക്ക് പോകുന്ന ലൈന്. നമ്മൾ ബെൽഗാം ലൈനിലോട്ട് കയറി. ലോക്കോ ഫുള്ള് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാണ്. ആനയാണ്. ഞാൻ ലാസ്റ്റ് ടൈം പൂർണ്ണ എക്സ്പ്രസ് യാത്ര ചെയ്യുമ്പോൾ ട്വിൻ WDM 3D ആയിരുന്നു ലോക്കോ. ഇന്ന് DP4D ആണ്. നല്ല ഭംഗിയുള്ള റൂട്ടാണിത്. നെറ്റ്വർക്കൊന്നും ഒരു സാധനമില്ല. പുറകെ വരുന്ന മിരജ് പാസഞ്ചറിനെ കാത്തിരിക്കുന്ന യാത്രക്കാരാണ്. നല്ല മഴ പെയ്തു തുടങ്ങി.
അടിപൊളി മഴയാണ്. നമ്മുടെ യാത്രകൾ ഇതോടുകൂടി തീരുന്നില്ല. മഴ നിന്നാൽ കൊള്ളാമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ബെൽഗാം എത്താറായി. നമ്മൾ ദേസൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റേഷൻ ബെൽഗാമാണ്. നല്ല മേഘാവരണം ഉണ്ടാകും. ഇതൊക്കെ മഴ അല്പം മുമ്പ് മഴ നിന്നതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു. ജസ്റ്റ് മഴ നിന്നതേ ഉള്ളൂ. ജസ്റ്റ് ബെൽഗാം സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. നമ്മളിത് ജസ്റ്റ് ബെൽഗാം സ്റ്റേഷനിലേക്ക് കയറുന്നു. ബെളഗാവിയിലേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഒരുപാട് പേര് കയറാനുണ്ട് ഇവിടുന്ന്. പുതിയ എൻട്രൻസ് ആയിട്ടാന്ന് തോന്നുന്നു. നല്ല പുതിയ തരം ബിൽഡിംഗ് ആണ്. ഏകദേശം ഹുബ്ലിയിലത്തെ പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ഇതുപോലത്തെ ഒരു ഡിസൈനാണ്. ടോൾ റൂഫും ഒക്കെ ആയിട്ട് അതേ ഡിസൈനിലാണ് ഇത് പണിതിരിക്കുന്നത്. ഭംഗിയിൽ എന്തൊക്കെയോ ചിത്രപ്പണി വെച്ചിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ എല്ലാവർക്കും ബെൽഗാമിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞാൻ പുറത്തിറങ്ങിയ സ്റ്റേഷൻ ബിൽഡിംഗ് പുറത്തുനിന്ന് കാണിച്ചിട്ട് ക്ലോസ് ചെയ്യുള്ളൂ. അതുവരെ എന്തായാലും ഹോൾഡ് ഓൺ ചെയ്യുക. അപ്പോൾ ഇതാണ് ബെൽഗാമിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. ഈ എൻട്രൻസ് ഒക്കെ ഫുള്ളി പുതുക്കി പണിതാണ്. നമുക്ക് സ്റ്റേഷന് പുറത്തേക്ക് പോകാം. ഈ യാത്രയോട് അവസാനിക്കുകയാണെങ്കിലും നമ്മുടെ യാത്ര അവസാനിക്കില്ല. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇവിടുന്ന് ഹരിപ്രിയ എക്സ്പ്രസ്സിന് കയറി ബെൽഗാമിലേക്ക് പോകും. ഹരിപ്രിയ എക്സ്പ്രസ്സിന് ജസ്റ്റ് ഞാനിപ്പോൾ എടുത്തേ ഉള്ളൂ. തത്കാൽ കറണ്ട് റിസർവേഷൻ ടിക്കറ്റ് ആയിരുന്നു. കറണ്ട് റിസർവേഷനിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ബെളഗാവിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മളിതൊരു പുതിയ വീഡിയോ ഇവിടുന്ന് വീണ്ടും തുടങ്ങും. അതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. കാര്യം ഇവിടുന്ന് ഹുബ്ലിയിലോട്ടുള്ള യാത്രയാണ്. അത് ഒരുപാട് ദൂരമൊന്നും കവറേജ് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ വന്ന് ഈ റൂട്ട് വഴി തന്നെ ലോണ്ട വരെ പോയിട്ട് ലോണ്ടയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഹുബ്ലിയിലോട്ട് പോവാണ്. അപ്പോൾ അത് എത്രത്തോളം കവറേജ് കിട്ടുന്നുള്ള അറിയില്ല. നമുക്ക് നോക്കാം. കിട്ടുന്നിടത്തോളം നമ്മൾ എന്തായാലും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്ക് സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക.
അതിലെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യാൻ സൂപ്പർ താങ്ക്സ്. പർച്ചേസ് ചെയ്യുക. നമുക്കിനി മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.